നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ റയൽ മാഡ്രിഡിന് വിജയം. ഒരു കിടിലൻ സോളോ ഗോളുമായിട്ട് വിനി ജൂനിയർ പൊളിച്ചടുക്കിയിരിക്കുന്നു. കിലിൻ എംബാപ്പയും ഗോളടിച്ചിരിക്കുന്നു. 2-1 വിജയമാണ് അവർ റയോ വയ്യക്കാനൊക്കെതിരെ നേടിയിരിക്കുന്നത്. അതോടുകൂടി FC ബാഴ്സലോണക്കൊപ്പം അവർ പോയിന്റിൻ്റെ കാര്യത്തിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ ബാഴ്സ ഒരു കളി കുറച്ചാണ് കളിച്ചിരിക്കുന്നത്. ഇന്നലത്തെ അവരുടെ ഒസാസുനക്കെതിരെയുള്ള കളി മാറ്റിവെച്ചിട്ടുണ്ടല്ലോ. കൂടാതെ ഗോൾ ഡിഫറൻസിൻ്റെ വ്യത്യാസത്തിലും ബാഴ്സ തന്നെയാണ് മുന്നിൽ. അങ്ങനെ ബാഴ്സ ഒന്നാമത്, റയൽ രണ്ടാമത്. അത്ലറ്റിക്കോ ഇന്ന് തോറ്റതോടുകൂടി അത്ലറ്റിക്കോ മൂന്നാമത്. അങ്ങനെ ലാലിഗയിലെ കിരീട പോരാട്ടം മുറുകുകയാണ്. ഇപ്പോൾ ബാഴ്സയ്ക്ക് 26 കളികൾ 57 പോയിന്റ്, റയലിന് 27 കളി 57 പോയിന്റ്, അത്ലറ്റിക്കോക്ക് 27 കളി 56 പോയിന്റ്. ഈ മത്സരത്തിൽ റയൽ മാഡ്രിഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ സൂപ്പർ താരങ്ങളായ കിലിൻ എംബാപ്പയും വിനി ജൂനിയറും റോഡ്രിഗോയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. ബെല്ലിംഗാം ഇത മടങ്ങിയെത്തിയിരിക്കുന്നു. ലൂക്ക മോഡ്രിച്ചും ഷുവാമനിയും ഒക്കെ മധ്യനിരയിൽ ഉണ്ടായിരുന്നു. കളിയുടെ 30-ാമത്തെ മിനിറ്റിൽ കിലിൻ എംബാപ്പയിലൂടെ റയൽ മാഡ്രിഡ് ലീഡ് എടുത്തു. തുടർന്ന് 34-ാമത്തെ മിനിറ്റിൽ വിനിയുടെ ഒരു സൂപ്പർ ഗോൾ, മനോഹരമായിട്ട് അദ്ദേഹം പെനാൾട്ടി ബോക്സിലേക്ക് കടന്നുകൊണ്ട് ഡിഫൻഡേഴ്സ് ഒക്കെ അവിടെ ഉള്ളപ്പോൾ ആ ഒരു ഷോട്ട് തീർത്തു പന്ത് വലയിലേക്ക് എത്തിച്ചു. 2-0 റയലിന് ലീഡ്. എന്നാൽ ആദ്യ പകുതിയുടെ അവസാന ഘട്ടത്തിൽ പെട്രോ ഡയസിലൂടെ റയോ വയക്കാനോ ഒരു ഗോൾ മടക്കിയടിച്ചു. മത്സരം രണ്ടാം പകുതിയിലും ഇതേപോലെ തന്നെ മുന്നോട്ട് പോയി. പിന്നീട് ഗോളുകൾ പിറന്നില്ല. അവസരങ്ങളുണ്ടായിരുന്നു. എതിരാളികൾ നിരവധി മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒടുവിൽ റയൽ മാഡ്രിഡ് ആ ലീഡിന് തന്നെ വിജയിച്ചങ്ങ് കയറുകയായിരുന്നു. വിജയത്തോടുകൂടി റയൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.